നമസ്കാരം. മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നടന്ന ആദ്യ ഭരണഘടനാ ബിൽ അവതരണം അതുതന്നെ ഇപ്പോൾ വലിയൊരു ദുരന്തമായി മാറിയിരിക്കുന്ന അവസ്ഥയാണ്. മോദിയെയും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തെയും സംബന്ധിച്ച് ഇത് അവർക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാണ്. കാരണം ഭാവിയിൽ ഇനി ബില്ലുകൾ അവതരിപ്പിക്കാൻ നിലവിലുള്ള ഭരണപക്ഷത്തിലെ അംഗബലം കൊണ്ട് സാധിക്കുമോ എന്നതായിരുന്നു ഈ ബിൽ അവതരണത്തിലൂടെ BJP ഉറ്റുനോക്കിയത്. എന്നാൽ ഇനി അങ്ങോട്ട് ഒറ്റയ്ക്ക് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്ന് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ലിലൂടെ തന്നെ ഇപ്പോൾ ഭരണപക്ഷത്തിന് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞു. സത്യത്തിൽ ഇവിടെ BJPയെ ചതിച്ചവരുടെ കൂട്ടത്തിൽ സ്വന്തം MP-മാർ കൂടിയുണ്ട് എന്നതാണ് ശ്രദ്ധേയം. 20 പേരാണ് കാലുവാരിയത്. ഈ 20 പേർ ബില്ല് അവതരിപ്പിച്ച സമയത്ത് സഭയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ 20 പേർക്കും ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് BJP നേതൃത്വം. ഈ നോട്ടീസിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകിയില്ല എങ്കിൽ അംഗങ്ങളെ പുറത്തു നിർത്താനുള്ള നടപടികളിലേക്ക് വരെ BJP കടക്കുമെന്നാണ് തലസ്ഥാനത്തു നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കേന്ദ്ര നിയമമന്ത്രി അർജുൻ മേഘ്വാളാണ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത്. നോട്ടീസ് നൽകിയവരിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ജ്യോതിരാദിത്യ സിന്ധ്യ, ഗിരിരാജ് സിംഗ് തുടങ്ങിയവരും ഉൾപ്പെടുന്നുണ്ട്. 20 അംഗങ്ങൾ ലോക്സഭയിൽ ഹാജരാകാതിരുന്നത് ഭരണപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. വലിയ പ്രതിപക്ഷ ബഹളത്തിനും കനത്ത പ്രതിഷേധത്തിനുമിടയിലാണ് സർക്കാർ ബില്ല് അവതരിപ്പിച്ചത്. ജോലി സംബന്ധമായിട്ട് വ്യക്തിപരമായിട്ടുള്ള പല കാരണങ്ങളാലും സഭയിൽ ഹാജരാകാൻ സാധിക്കില്ലെന്ന് അറിയിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. ബില്ല് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ വിപ്പുണ്ടായിട്ടും 20 BJP അംഗങ്ങൾ ഹാജരാകാത്തതാണ് BJPയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കൂടെ നിന്ന് കാലുവാരിയ MP-മാരെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ BJP നേതൃത്വത്തിൻ്റെ തീരുമാനം. എന്തായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് അത് സഭയിൽ അവതരിപ്പിക്കുന്നതിന് മേൽ നടന്ന വോട്ടെടുപ്പിൽ ആ വോട്ടെടുപ്പിൽ പങ്കെടുക്കാത്ത പാർട്ടി അംഗങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്ന് BJP കേന്ദ്ര നേതൃത്വം തന്നെ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കാരണം തൃപ്തികരമല്ലെങ്കിൽ കടുത്ത ശിക്ഷാ നടപടികൾ MP-മാർക്കെതിരെ സ്വീകരിക്കുമെന്നും മറ്റു നേതാക്കളും ഇപ്പോൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ബിൽ അവതരണത്തിൻ്റെ വോട്ടെടുപ്പിൽ 269 വോട്ടുകളാണ് ഭരണപക്ഷത്തിന് ലഭിച്ചത്. NDAയ്ക്കാകട്ടെ 293 സീറ്റുകൾ ഉണ്ടെന്നിരിക്കെയാണ് 20 BJP MP-മാർ ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നത്. ഇതാണ് ഭരണകക്ഷിക്ക് തിരിച്ചടിയായി മാറിയത്. അതേസമയം തന്നെ ഇത്തരത്തിൽ വിട്ടുനിന്ന 20 MP-മാരും പല സുപ്രധാന കമ്മിറ്റികളിലെയും പ്രധാനപ്പെട്ട അംഗങ്ങളാണ്. ഈ നീക്കത്തിൽ ആ കമ്മിറ്റികളിൽ നിന്ന് പോലും ഈ MP-മാരെ മാറ്റി നിർത്തണമെന്ന ആവശ്യവും ഇതിനോടകം തന്നെ ഇപ്പോൾ ശക്തമായി കഴിഞ്ഞു. മൂന്നാം മോദി സർക്കാരിലെ ആദ്യ വോട്ടെടുപ്പിനാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷ ബഹളത്തിനിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് അത് വോട്ടിങ്ങിലൂടെ സർക്കാർ സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അനുമതി വാങ്ങാതെ സഭയിൽ വരാതിരുന്ന എല്ലാവർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്ന് മറ്റു പാർട്ടിക്കാരും ഇപ്പോൾ ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. സഭയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച MP-മാർക്ക് BJP വിപ്പും നൽകിയിരുന്നു. എന്നാൽ ഭരണപക്ഷത്തിന് ലോക്സഭയിൽ ഭൂരിപക്ഷമില്ല എന്ന് തെളിഞ്ഞതായി വോട്ടെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യവും കോൺഗ്രസും പരിഹസിച്ചതോടെയാണ് BJP ആകെ വെട്ടിലായിപ്പോയത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് നിയമമന്ത്രി ചെറിയ വിവരണം നൽകിയെങ്കിൽ പോലും ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിൽ വോട്ടിംഗ് വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയായിരുന്നു. ഇലക്ട്രോണിക് വോട്ടിങ്ങിൽ 369 വോട്ടുകളാണ് സാധുവായത്. അതിൽ തന്നെ 220 പേർ പിന്തുണയ്ക്കുകയും 149 പേർ എതിർക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് സ്ലിപ്പ് വിതരണം ചെയ്തുകൊണ്ട് വീണ്ടും ഒരു വോട്ടെടുപ്പ് നടക്കുകയുണ്ടായി. 467 പേരിൽ 269 പേർ പിന്തുണച്ചു, 198 പേരാണ് എതിർത്തത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസ് മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ ഇതിനെ ശക്തമായി എതിർക്കുന്ന സാഹചര്യമാണെന്നാണ് ശശി തരൂർ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തുതന്നെ ആയാലും ആ എതിർപ്പിന് ചില അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ കൂടിയുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ ഘടനയുടെ ലംഘനമാണെന്നും കേന്ദ്ര സർക്കാർ വീണാൽ ഒരു സംസ്ഥാന സർക്കാർ എന്തിന് താഴെ വീഴണം എന്ന ചോദ്യവുമാണ് ശശി തരൂർ MP ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. JPC അംഗങ്ങളുടെ കാര്യത്തിലും കേന്ദ്ര സർക്കാർ കാണിച്ച ഭരണപക്ഷ അനുകൂല പക്ഷപാത സമീപനത്തെയും അതിനെയും പൂർണ്ണമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ശശി തരൂർ പ്രതികരിക്കുകയുണ്ടായത്. JPCക്ക് മുന്നിൽ രക്ഷപ്പെട്ടാലും 3-2 ഭൂരിപക്ഷത്തിൽ ഈ ബില്ല് താഴെ വീഴുമെന്ന് ശശി തരൂർ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.